ഇന്ന് നമുക്ക് ക്യാരറ്റ് വെച്ചൊരു ഫിഷ് കറി ചെയ്ത് നോക്കിയാലോ? അതിനാദ്യം പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം മാത്രം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ 2 പച്ചമുളകോ അല്ലെങ്കിൽ 3 പച്ചമുളകായാലും കുഴപ്പമില്ല, അതുകൂടി നമുക്കിതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് കളറ് മാറി വരുമ്പോഴത്തേക്കും നമുക്കൊരു 10ഓ 15ഓ ചെറിയ ഉള്ളി തൊലി കളഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പാകമായി വന്നതിന് ശേഷം 3 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഒപ്പം അല്പം ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ക്യാരറ്റ് ഒന്ന് വേവുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഉലുവ പൊടിച്ചത് അല്പം ചേർത്ത് കൊടുക്കുക. ഒരുപാടാകരുത്, കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കാശ്മീരി മുളക് പൊടി 2ഓ 3ഓ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി കൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. അതോടൊപ്പം ആ സെയിം ചട്ടിയിൽ അല്പം വെള്ളം ഒഴിച്ച് കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് മുമ്പേ നമ്മൾ അരച്ച് വെച്ച മിശ്രിതം ഇതിലേക്ക് അല്പമായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി പാകമാണോ എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പ് ആവശ്യമെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. വേണമെങ്കിൽ കറിവേപ്പില നമുക്ക് ചേർക്കാം. അതുപോലെ പത്തലമുളകും നമുക്കിതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഒന്ന് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് മീനിട്ട് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ചൂരമീനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മീനാണ് ചൂരമീൻ. അതാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചൂരമീൻ ചേർത്തതിന് ശേഷം ഒരിക്കലും ഇളക്കരുത്. പകരം നന്നായിട്ട് കറക്കി കൊടുക്കുക. ഇതുപോലെ ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ.